ലയണൽ മെസ്സി എത്തിക്കാൻ 126 കോടി കൈമാറി. 23 കോടിയോളം GST അടയ്ക്കാൻ സമൻസ്. ആൻഡോയുടെ മൊഴിയെടുത്തു. അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ 126 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് കൈമാറിയ സംഭവത്തിൽ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ആൻഡോ അഗസ്റ്റിൻ കാഞ്ഞങ്ങാട്ടെ GST കാര്യാലയത്തിൽ ഹാജരായി മൊഴി നൽകി. 23 കോടിയോളം രൂപ സേവന നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കാഞ്ഞങ്ങാട്ടെ GST കാര്യാലയത്തിൽ നിന്നും സമൻസ് അയച്ചിരുന്നു. വിദേശ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിനാൽ റിവേഴ്സ് ചാർജ് വിഭാഗത്തിൽപ്പെടുത്തിയാണ് സേവന നികുതി അടയ്ക്കാൻ GST വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെസ്സി കേരളത്തിൽ വന്നിട്ടില്ലെന്നും അതിനാൽ സേവന നികുതി അടയ്ക്കേണ്ട ബാധ്യതയില്ലെന്നുമാണ് മൊഴി നൽകിയതെന്നറിയുന്നു. എന്നാൽ പണം കൈമാറിയ സ്ഥിതിക്ക് GST തുക ഒഴിവാകില്ലെന്നാണ് GST ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരാണ് മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ ശ്രമം നടത്തിയത്. മെസ്സി എന്തായാലും കേരളത്തിലെത്തുമെന്ന് ഒന്നിലേറെ തവണ അന്നത്തെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ മെസ്സി വന്നില്ല. അതിനിടെയാണ് കാഞ്ഞങ്ങാട്ടെ GST ഇൻ്റലിജൻസ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത്. GSTയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കേരളത്തിലെ ഏത് യൂണിറ്റിനും പരിധിയില്ലാതെ പ്രാഥമിക പരിശോധന നടത്താനും തുടർ നടപടികളെടുക്കാനും അനുവാദമുണ്ട്. കാഞ്ഞങ്ങാട്ടെ ഒരു ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ പണം കൈമാറിയതായി ബോധ്യപ്പെടുകയും സേവന നികുതി അടച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആദ്യം നോട്ടീസും പിന്നീട് സമൻസും അയക്കുകയായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. ഇതോടെ ഫയൽ ചുവപ്പ് നാടയിലായി. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ ആ ഫയൽ വീണ്ടും എടുത്തു. തുടർന്നാണ് സമൻസ് അയച്ചതും മൊഴിയെടുത്തതും. ഇതിനിടെ നിരവധി ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്തുണ്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളോ 15 കോടി രൂപയുടെ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ സംശയം, 126 കോടി രൂപയുടെ വിദേശ പണമിടപാടിൽ GST വെട്ടിപ്പ് കണ്ടെത്തൽ, അർജന്റീന ദേശീയ ടീമിൻ്റെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനം ഉറപ്പാക്കുന്ന രേഖകളൊന്നുമില്ലാതിരുന്നിട്ടും സർക്കാർ തലത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തൽ എന്നീ വാർത്തകളുമായാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് കായിക മന്ത്രി OJ ജനീഷിന് സമർപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യതയുള്ള റിപ്പോർട്ടായതിനാൽ കായിക മന്ത്രി റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. മുഖ്യമന്ത്രി റിപ്പോർട്ടിന്മേൽ ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനുള്ള ഈവൻറ്റിൻ്റെ പ്രധാന സ്പോൺസർമാരും സംഘാടകരുമായി രംഗത്ത് വന്നവർക്ക് നേരെയും വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിലെത്തിയെന്നും അതിനായി പണം നൽകിയെന്നും ചാനൽ മാനേജ്മെൻറ്റ് അവകാശപ്പെട്ടിരുന്നു. അർജന്റീന ദേശീയ ടീമിനെ കേരളത്തിലെത്തിക്കാൻ വിദേശ അക്കൗണ്ടിലേക്ക് 126 കോടി രൂപ കൈമാറിയ സംഭവത്തിൽ സംസ്ഥാന GST വകുപ്പ് മൊഴിയെടുത്തതോടെയാണ് ചോദ്യങ്ങളും സജീവമായിരിക്കുന്നത്. GST വകുപ്പിൻ്റെ സമൻസും തുടരന്വേഷണവും പുറത്തു വന്നതോടെ മെസ്സി സന്ദർശനത്തിന് പിന്നിലെ സാമ്പത്തിക നിഴൽ കൂടുതൽ തെളിയുകയാണെന്നും വിഷയത്തിൽ അന്വേഷണം മറ്റ് ഏജൻസികളിലേക്ക് നീളുമോ എന്നാണ് രാഷ്ട്രീയ കായിക കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.